ഈ ലഹരിയുടെ ഒരു സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ പ്ലഷർ തരുന്ന സാധനത്തിന് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് തലച്ചോറിൻ്റെ അകത്തുനിന്നൊരു രാസപദാർത്ഥം പുറപ്പെടുവിക്കുക. അതിനാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പമിൻ അഥവാ റിവാർഡ് കെമിക്കലാണ്. നമുക്കൊരു ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തലച്ചോറിൻ്റെ അകത്ത് ഈ ഒരു സാധനം, ഈ രാസപദാർത്ഥം ഉണ്ടാവും. ഇത് ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയും പിന്നെയും അതിനോടൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഉത്സുകത ഉണ്ടാവും. ഒരാൾ ഒരു 25 വയസ്സ് വരെ നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ഫ്രണ്ടൽ ലോബിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതിന് താഴോട്ട് നമ്മൾ ഇത് എന്തെങ്കിലും ഒരു ഉപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് റീവയറിങ് ആയി മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു ഡോപ്പമിൻ, അത് അവർക്ക് പിന്നെയും പിന്നെ അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുകയും, അതുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയാൽ കുഴപ്പമില്ല. ഒരു ചെറിയ ഗ്യാതറിങ്ങിൽ പോകുന്നു, നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉൾവലിങ്ങിയ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും, നമുക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും പറയും 2 അടിച്ചാൽ മതി, എല്ലാവരുമായിട്ട് സംസാരിക്കാനൊരു പ്രത്യേക ഇതുണ്ടാവും, ഒന്നൊരു ധൈര്യമൊക്കെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ 2 അടിക്കും. അടിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നല്ലോ, പാട്ട് പാടുന്നതിന് ഇംഗ്ലീഷൊക്കെ വരും ഇടയ്ക്കും, ഇല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മുടെ ശരിയായ രീതിയിൽ പുറത്തു വരുന്നില്ല. ഇതിനെയൊക്കെ ഒരു ഫാൾസ് കോൺഫിഡൻസ് അഥവാ തെറ്റായ ഒരു ധൈര്യം എന്ന് വേണം നമുക്ക് പറയാം. നമുക്കുണ്ടായിരുന്ന ഇൻഹിബിഷൻസ് കുറയും, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തു വരും. ഈ ഡോപ്പമിനാണ് ഇതിൻ്റെ എല്ലാ ആളും, നമ്മുടെ ബാലൻസ് പോകുന്നതും. ഈ ഡോപ്പമിൻ ആദ്യം നമുക്ക് അതിനോട് താല്പര്യം തരും. ഇപ്പോൾ പറയും ആൾ കുഴപ്പമില്ല, 2 ഇംഗ്ലീഷൊക്കെ പറയും 2 അടിച്ചാൽ, അപ്പോൾ നമ്മൾ കൂടുതൽ അടിക്കുക. 2 അടിക്കുന്നത് 4 ആവും. നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് കൂടിക്കൂടി വരും. അത്രയും കഴിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും നേരത്തെ കിട്ടിയ ഡോപ്പമിൻ വരുള്ളൂ. ഇപ്പോൾ 2 4 ആവും, 4 8 ആവും, പിന്നെ 1/2 കുപ്പിയായി, 1 കുപ്പിയായി. പിന്നീട് ഒരു ദിവസം ലിവർ സിറോസിസ് ആയിട്ട് നമ്മുടെ എമർജൻസിയിലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോൻ്റെ അടുത്തോ വന്ന് നിൽക്കും. മദ്യപാനമാവട്ടെ മയക്കുമരുന്നാവട്ടെ, ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെയും ഈ പറയുന്ന സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ, മദ്യത്തിൻ്റെനേക്കാൾ ഒരുപാട് കൂടുതലാണ് സിഗരറ്റിനും, അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഈ പറയുന്ന മയക്കുമരുന്നിനും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ സിഗരറ്റ് വിടാൻ, ഇപ്പോൾ മദ്യം ചിലപ്പോൾ നിർത്താൻ കുറേയൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ സിഗരറ്റ് ഇടാനോ മദ്യപാനത്തിൽ നിന്ന് പോകാനോ ഒരുപാട് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സാധനത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയും ഇവൻ അങ്ങ് നിർത്തിയാൽ പോരെ എന്ന് ചോദിക്കാൻ പറ്റില്ല. ചിലർ പറയും ഒരാഴ്ച വരെയൊക്കെ പിടിച്ചു നിർത്താം, അത് കഴിയുമ്പോൾ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കുറയുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വേണം. ശരീരം ഭയങ്കരമായിട്ട് അത് ആഗ്രഹിക്കുമ്പോൾ ശരീരത്തിന് ചിലപ്പോൾ കൈവിറയ്ക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു തലവേദന, കൈയും കാലും ഒരു ക്ഷീണം, അങ്ങനെ ആർക്ക് പല രീതിയിൽ വരും. അത് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന, അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഭയാനകമായിരിക്കും അതിൻ്റെയൊക്കെ ഒരു വിഡ്രോവൽ ഫിനോമിനൻസ് എന്ന് പറയും. അതുകൊണ്ടാണ് അവർക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്. ഇതിനെ ഒരാളുടെ ഒരു തെറ്റായ ഒരു ചോയ്സ് ആയിട്ടല്ല, ഒരു വലിയ ഒരു രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥയായിട്ട് കണ്ട് അവരോട് അനുകമ്പയോടെയും ചികിത്സയ്ക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നശാമുക്തി കേന്ദ്രം, അതായത് ഒരു ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് അവരെ റെഫർ ചെയ്യുകയും അങ്ങോട്ട് കൊണ്ടുവരിക. ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്, അങ്ങോട്ടേക്കും കൊണ്ടുവരാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് സാറ് പറഞ്ഞതിനുള്ള ഉത്തരം.